ബ്ലഡ് വരുന്ന വജൈന എന്ന് പറയുന്ന ഒരു പോർഷനാണ് വജൈന. ഇതാണ് മെയിനായിട്ട് സ്ത്രീകളിൽ ഉള്ള ജനനേന്ദ്രിയ ഭാഗങ്ങൾ. ഇതാണ് നമ്മുടെ ജനനത്തിന്റെ അതിന് അടിസ്ഥാന കാരണം നമ്മുടെ ഫെർട്ടിലൈസേഷൻ. നമ്മളെ കുട്ടികൾ ഉണ്ടാകുന്നത് നമ്മുടെ അച്ഛനും അമ്മമാർക്കും ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒന്നിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് വിവാഹം കഴിക്കുന്നത് സമൂഹം നമുക്ക് ലൈംഗിക ബന്ധത്തിനുള്ള ലൈസൻസ് തരികയാണ്. മറ്റുള്ള ജന്തുക്കളുടെ കാര്യത്തില് കൗമാരം മുതൽ അവർക്ക് ഉൽപാദനശേഷി ഉണ്ടാവുന്നെങ്കിലും അവർക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. ലൈംഗിക ബന്ധത്തിനൊന്നും അവർക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങളെ മറ്റ് പശുക്കളെ നോക്കിയാൽ അല്ലെങ്കിൽ ആടിനെ നോക്കിക്കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് ഉള്ള ശക്തി ആയിക്കഴിഞ്ഞാൽ അവർ ലൈംഗിക ബന്ധത്തിന് വിധേയരാണ്. അതാരാണെന്ന് നോക്കത്തില്ല അങ്ങനെ. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചോളം അങ്ങനെ നോക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ വികാരങ്ങളെ അടക്കണമെന്ന് പറയുന്നു. വികാരങ്ങൾ അടക്കി നമുക്ക് ലൈംഗിക ബന്ധത്തിന് നമ്മുടെ സമൂഹം ലൈസൻസ് തരുന്നത് വിവാഹത്തോടു കൂടിയാണ്. അപ്പൊ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് സുരക്ഷിതത്വം തരും, സമൂഹം അംഗീകരിച്ച. അപ്പൊ അങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കഴിയുമ്പോൾ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷന്റെ ഉത്പാദന അവയവത്തിൽ നിന്നും വരുന്ന സെമിനൽ ഡിസ്ചാർജ് സ്ത്രീകളുടെ വജൈനയില് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാല് ഇതിലുണ്ടാകുന്ന സ്പേംസ് മുകളിലേക്ക് സഞ്ചരിച്ച് ഓവി ഡക്റ്റിൽ വരെ എത്തും. ഓവി ഡക്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഓവം ഇത് ഒരു മാസത്തിലെ ഇടതുവശത്ത് ഉണ്ടായാല് അടുത്ത മാസത്തിലെ വലതുവശത്ത് അങ്ങനെ മാറിയാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഓവുലേഷൻ ഉണ്ടാകുന്ന സമയത്താണ് ബന്ധപ്പെടുന്നെങ്കിൽ ഓവുലേഷന് മാസത്തില് ഒരു തവണ മാത്രമേ വരൂ. പുരുഷന്മാരെ സംബന്ധിച്ചോളം സ്പേമിന്റെ പ്രൊഡക്ഷന് മുഴുവൻ സമയം നടക്കുന്നെങ്കിൽ സ്ത്രീകളിലെ 28 ദിവസത്തിനിടയിൽ ഒരിക്കൽ സ്ത്രീകളുടെ ആർത്തവവും ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒരു ചന്ദ്രമാസത്തിനിടയ്ക്ക് 28 ദിവസത്തിനിടയ്ക്കാണ് ആർത്തവം വരുന്നത്. 28 ദിവസം എന്നുള്ള എല്ലാവരും അങ്ങനെ ആവുന്നില്ല. 21 ദിവസം മുതൽ 35 ദിവസമാണെങ്കിലും നമ്മൾ അത് അബ്നോർമൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 28 ദിവസത്തിനിടയ്ക്ക് അതിന്റെ ഏകദേശം പകുതിയോട് കൂടിയാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഓവുലേഷൻ സംഭവിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാല് സ്പേം പോയി ഓവുമായിട്ട് യുണൈറ്റ് ചെയ്തിട്ട് ഒരു എംബ്രിയോ ഉണ്ടാവും. ഇതാണ് ഓവത്തിന് നല്ല വലിപ്പമുണ്ട്, സ്പേമിന് വലിപ്പം കുറവാണ്. പക്ഷെ അതിന്റെ തല വലുതായിരിക്കും, നീളമുള്ള ഒരു വാലും കാണും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ആൺകുട്ടികളെ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മുടെ മടിയിൽ വെച്ചായിരിക്കില്ല. മടിയിൽ വെച്ച് ഉപയോഗിക്കാനാണ് ലാപ്ടോപ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആൺകുട്ടികൾ മടിയിൽ വെച്ച് ഉപയോഗിക്കും. ഇതാണ് എംബ്രിയോയുടെ വിവിധ ദിവസങ്ങളിലോ 28 ദിവസം, 32 ദിവസം, 31 ദിവസം, അങ്ങനെ എത്ര ദിവസമാണ് പൂർണ്ണ വളർച്ചെത്തുന്നത്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പൂർണ്ണ വളർച്ച, ഫീറ്റസിന്റെ പൂർണ്ണ വളർച്ച 280 ദിവസം അല്ലെങ്കിൽ 10 ചന്ദ്രമാസം, 9 മാസം 7 ദിവസം അല്ലെങ്കിൽ 10 ചന്ദ്രമാസം അല്ലെങ്കിൽ 280 ദിവസം. 280 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തും. അപ്പൊ പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു ശിശു അത് ശീർഷാസനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗർഭപാത്രത്തില് പല രീതിയില് ഫീറ്റസിനെ കിടക്കാം. അതില് ഈ അവസാന മാസങ്ങളില് കുട്ടിയുടെ തലയാണ് അടി വരുന്നത്. കുട്ടിയുടെ തല ആദ്യ മാസങ്ങളിൽ ചിലപ്പോൾ കാലാവും, ചിലപ്പോൾ ചന്തിയാവും, ചിലപ്പോൾ കൈകളാവും. അപ്പൊ കൈകൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഗർഭം തനിയെ പ്രസവം നടക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സിസേറിയൻ വേണം. കുട്ടിയുടെ ചന്തിയാണ് അല്ലെങ്കിൽ കാലാണ് വരുന്നതെങ്കിൽ ചിലതില് തൂക്കം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ പ്രസവം നടക്കും, തൂക്കം കൂടിയ കുട്ടിയാണെങ്കിൽ പ്രസവത്തിന് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളപ്പോഴും സിസേറിയൻ വേണ്ടി വരും. എന്നാൽ ഒരു 97% കുട്ടിയുടെ തലയായിരിക്കും അടി. ആ തല അടി വരാൻ കാരണം ആദ്യ മാസങ്ങളിലെ തല മേളിലാവും അല്ലെങ്കിൽ വലങ്ങനെ കാണും.
പക്ഷെ കാലക്രമേണ കുട്ടിയുടെ തലയോട്ടിക്ക് വെയിറ്റ് കൂടുമ്പോൾ ആ വെയിറ്റ് കാരണം തല താഴേക്ക് വരികയും താഴേക്ക് വരുന്നതിന്റെ ഉദ്ദേശം നമ്മളെ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ അരക്കെട്ടിനുള്ളിൽ കൂടി നമ്മളെ ഒരു ഫോർട്ടാണ് ഈ ബോൺ, ഒരു എന്താ പറയുക, ഒരു കോട്ടയാണ്. കോട്ട പോലെയുള്ള ഒരു ഭാഗം. അതിൽ കൂടി ഇറങ്ങി വരണമെങ്കിൽ അസ്ഥിയുള്ള ഭാഗമാണ്. കൈ വന്നാലോ കാല് വന്നാലോ ശരിയല്ല. അതുകൊണ്ടാണ് തല വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികളും പെൺകുട്ടികളും ശരീര ശുചിത്വം പാലിക്കണം. അപ്പൊ ആർത്തവകാലത്ത് ശരീര ശുചിത്വം പാലിക്കണം, നാപ്കിന്റെ കാര്യത്തിൽ പാലിക്കണം, അതുപോലെ കുളിക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് പുറമെ ആൺകുട്ടികളും പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, നമ്മളെ പല കുട്ടികളിലും കക്ഷത്തിലും ജനനേന്ദ്രിയ ഭാഗത്തും രോമത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാറ്. അപ്പൊ അങ്ങനെ രോമം വളരുന്നത് ഒരു കാലത്ത് പല പ്രശ്നങ്ങളും ശ്രദ്ധിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പോലെ ബോഡി ലൈഫ് എന്ന് പറയുന്ന ശരീരത്തിൽ കാണുന്ന ചില പേരുണ്ട്. ചില കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ആ ശരീരത്തിൽ കാണുന്ന പേരുകൾ വരെ പോലും കാണും. അപ്പോൾ നമ്മുടെ പ്യൂബിക് ഹെയർ അല്ലെങ്കിൽ ആക്സിലെ ഹെയർ നമ്മൾ ഏറ്റവും നല്ലത് ഒന്നുകിൽ അത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കളയുകയോ തന്നെയാണ് നല്ലത്. നമ്മുടെ ഹെയർ റിമൂവിങ് ക്രീംസ് അല്ലെങ്കിൽ അതുപോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ നല്ല. കാരണം അവയെല്ലാം ടോക്സിറ്റി ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺകുട്ടികളും അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, സ്ത്രീകളിലെ പെൺകുട്ടികളിലെ അമ്മമാരിലെ ഗർഭിണികളിലെ മൂത്രത്തിലെ അണുബാധ വളരെ കോമണാണ്. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയും. യൂറിനറി ഇൻഫെക്ഷന് സ്ത്രീകളിൽ, അത് ശൈശവത്തിലുള്ള കുട്ടികളാണെങ്കിലും കൗമാരത്തിലുള്ളതാണെങ്കിലും ഗർഭിണികളാണെങ്കിലും കൂടുതലാണ്. അതിന് കാരണം ജനനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രത്യേകതയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള വ്യത്യാസം, പുരുഷന്റെ ജനനേന്ദ്രിയ ഭാഗത്തെ 2 ദ്വാരങ്ങളാണ്. ഒന്ന് യുറേത്ര എന്ന് പറയുന്ന ഒരു ദ്വാരം, മൂത്രം വരാന് അല്ലെങ്കിൽ സെമിനൽ ഡിസ്ചാർജിന്. ഒന്ന് നമ്മുടെ ഏനസ് എന്ന് പറയുന്ന മലദ്വാരം. ഈ 2 ദ്വാരങ്ങൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 ഇഞ്ച് അകലത്തിലായി 2 ദ്വാരങ്ങൾ